ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഋതികെ, എന്റെ അച്ഛനെ യാത്രയൊക്കെ മതിയാക്കി തിരിച്ചു വന്നു. വന്ന പാടെ എന്റെ രാജുവിന്റെ വിവാഹക്കാര്യം സംസാരിക്കാനായി ഞാൻ അച്ഛനെയും കൂട്ടി ഇങ്ങ് വന്നു. ഹാ, ഒന്നും നീട്ടിക്കൊണ്ടുപോകുന്നത് അത്ര നല്ലതല്ലല്ലോ. അതല്ല, ഞാൻ പറയുന്നതിനേക്കാളും റോഹന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ അവരെ കൊണ്ട് സംസാരിപ്പിക്കുന്നതാ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അത് ശരിയാ മോളെ. നീ ആദ്യം രാധമ്മയെ കൊണ്ടും പ്രിയെ കൊണ്ടും ഒന്ന് സംസാരിപ്പിക്കേ. എന്നിട്ട് വേണമെങ്കിൽ ഞാനും സംസാരിക്കാം. ആ, ശേഖരേട്ടനോടും വിളിച്ചു പറയാം. ശേഖരേട്ടനും രോഹനോട് സംസാരിക്കും. അപ്പോ അടുത്ത സ്റ്റെപ്പായിട്ട് മോള് പറഞ്ഞ വഴി തന്നെ നമുക്ക് ട്രൈ ചെയ്യാം. എന്നാ ഞാൻ രാജുവിന്റെ വീട് വരെ പോയിട്ട് വരട്ടെ ചെറിയമ്മേ? ആ, അതിനെന്താ, മോള് പോയിട്ട് വാ. ആ, ഇപ്പോഴാവുമ്പോ അംബിക ചേച്ചിയും ദീപക്കും വീട്ടിലുമില്ല. ഇതാണ് കൃത്യമായിട്ടുള്ള സമയം. ഇപ്പോഴെല്ലാം നമുക്ക് അനുകൂലമായി വന്നോണ്ടിരിക്കുക. മോള് വേഗം പോയി രാധമ്മയോട് കാര്യം പറ. രോഹനെ രാധമ്മയെ കൊണ്ട് വിളിപ്പിച്ച് സംസാരിപ്പിക്കും. ശരി ചെറിയമ്മേ, എനിക്ക് ഞാൻ വേഗം പോയിട്ട് വരാം. ശരി മോളെ. ഇവന്മാരുടെ ഒരു കാര്യം, ഇതൊക്കെ എങ്ങനെ ചെയ്യണം? നമ്മളെ കൊണ്ടൊന്നും പറ്റൂലേ. ജേട്ടാ, ചായ. മധുരം കുറവാണല്ലോ. ആണോ? പിന്നെ എനിക്ക് നല്ല മധുരം വേണമെന്ന് നിനക്കറിയില്ലേ? ജേട്ടനാ ചായ ഇതാ, ഞാൻ കുറച്ചുകൂടി പഞ്ചസാരയിട്ട് കൊണ്ടുവരാം. പഞ്ചസാരക്ക് കിലോ 47 രൂപയായി. ഇങ്ങനെ ഒരു ദിവസം 4ഉം 5ഉം ചായ കുടിച്ച കാശ് തീരും, ശരീരത്തില് ഷുഗറിന്റെ അളവ് കൂടും. ഇതേ അധ്വാനിക്കുന്ന ശരീരാച്ചാ, ഷുഗർ ഒന്നും ഈ ശരീരത്തിന് 7 അയലൊക്കെ തടുക്കത്തില്ല. പിന്നെ വഴിനീളെ ഇങ്ങനെ തോരാപ്പാര നടന്ന അധ്വാനാവൂലോ. ഞാൻ ചെയ്യുന്നതേ ബിസിനസ്സാ, ബിസിനസ്. അതിനെതിരെ തേരാപാരക നടക്കണം. കുറച്ചു വർഷം കഴിയുമ്പോ ഇപ്പൊ എന്നെ പുച്ഛിക്കുന്ന പലരും എന്റെ മുമ്പ് വന്ന് അവരുടെ ആവശ്യങ്ങൾക്ക് കൈ നീട്ടി നിൽക്കും. എന്നിട്ട് എന്നെ വാനോളം പുകഴ്ത്തും. ഓഹോ, ദീർഘവീക്ഷണായിരിക്കും. അല്ല, ആത്മവിശ്വാസം. അല്ലട ജയ, നിന്റെ ഹോട്ടലിൽ തീപിടുത്തുണ്ടായ നഷ്ടം നീ എങ്ങനെ നിരത്തിയ? അല്ല, ഈ വേണ്ടപ്പെട്ടവരെ കൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടായില്ലല്ലോ. അതറിയാവുന്നോണ്ട് ഞാൻ പലിശയ്ക്ക് കുറച്ച് ക്യാഷ് വാങ്ങിച്ച് വേണ്ടതൊക്കെ അങ്ങ് ചെയ്തു. ഓഹോ, അപ്പൊ നീ വലിയൊരു തുക പലിശയ്ക്ക് എടുത്തുല്ലേ? അതെ, ഒരു 5-6 ലക്ഷം രൂപ പലിശയ്ക്ക് എടുത്തു. ഇപ്പോഴാ മധുരം കൃത്യമായത്. 5-6 ലക്ഷം രൂപ പലിശക്കെടുത്ത് നാശനഷ്ടം നികത്തിയ ഒരു ബിസിനസ്സുകാരന്റെ മുഖത്ത് ഇത്രയ്ക്ക് സന്തോഷം. കച്ചവടം ആവുമ്പോ ലാഭം നഷ്ടം ഉണ്ടാവുമല്ലോ. പണം വരും പോകും. ഓഹോ, അമിതമായി സന്തോഷിക്കുകയും വിഷമിക്കുകയും ചെയ്യുന്നവരെ ബുദ്ധിശൂന്യമാരാണെന്നൊക്കെ പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്. ആര് പറഞ്ഞു? ഏതോ ഒരു മഹാൻ. ഓ, വേണോട്ടാ, മതി. കുറച്ചുനാള് നിങ്ങൾ വലിയ കൂട്ടായിരുന്നില്ലേ? വീണ്ടും തുടങ്ങിയോ വഴക്ക്? വഴക്കൊന്നുമില്ല, ഞാൻ കാര്യം പറഞ്ഞു. വാമോളെ, ഒരു അച്ഛനും മരുമകനും കാര്യമായ എന്തോ ചർച്ചയിലാണെന്ന് തോന്നുന്നു. രവിയോ, എത്ര നാളായി കണ്ടിട്ട്? അതമ്മേ, കുടിക്കാൻ എന്തെങ്കിലും എടുക്കണേ? ശരി. വേണ്ട, ഇപ്പൊ ഒന്നും എടുക്കണ്ട. ഞാനിപ്പോ ഭക്ഷണം ഒരു നേരമാ. ഒരു നേരോ? അതെന്താ? ഒരു ദിവസം വീട്ടിലിരുന്നപ്പോഴേ എനിക്കൊരു പകൽക്കിനാണ്. മക്കള് രണ്ടുപേരുടെയും കാര്യത്തില് ഞാൻ ഒരുപാട് വിഷമത്തിലാണെന്ന് വേണുവേട്ടൻ അറിയാലോ.
മൺമറഞ്ഞു പോയ എന്റെ പ്രിയപ്പെട്ട മുത്തച്ഛൻ സ്വപ്നത്തിൽ എന്നോട് ഒന്ന് പറഞ്ഞു, രവി, നിന്റെ പ്രശ്നങ്ങളൊക്കെ മാറണമെങ്കിൽ നീ ഒരു തീർത്ഥയാത്രയ്ക്ക് പോകണം. ആരോടും ഒന്നും പറയാതെ അപ്പൊ തന്നെ ഞാനങ്ങിറങ്ങി. രുക്മിണിയോട് പോലും ഞാൻ പറഞ്ഞത് മക്കളുടെ വിവാഹകാര്യത്തിൽ വന്ന മാനക്കേട് കാരണം ഞാൻ നാട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണെന്ന്. തിരുപ്പതി, ശ്രീരംഗം, കാശി, അമർനാഥ്, രാമേശ്വരം, അങ്ങനെ ഞാൻ സന്ദർശിക്കാത്ത ക്ഷേത്രങ്ങളൊന്നും ഇന്ത്യയിലില്ല. പളനിയിൽ ഭഗവാൻ മുരുകനോട് ഞാൻ എന്റെ വിഷമങ്ങൾ പറഞ്ഞുകൊണ്ട് നിന്നപ്പോഴാ എന്റെ മോള് രമ്യ എന്നെ വിളിച്ചത്. വർമ്മ സാറിന്റെ വീട്ടിൽ ചെന്ന് അതും രുക്മിണി തന്നെ എന്റെ രമ്യ മോളുടെ ആഗ്രഹത്തിന് വേണ്ടി സംസാരിച്ചെന്നറിഞ്ഞപ്പോ, നിങ്ങൾക്കും ഈ ബന്ധത്തിൽ വിരോധമില്ലെന്നറിഞ്ഞപ്പോ പിന്നെ ഞാനൊന്നും നോക്കിയില്ല, നേരെ ഇങ്ങോട്ട് പോന്നു. രാധമ്മ ഇവിടെ കാണുമോ, അതോ എവിടെയെങ്കിലും പോയി കാണോ? നോക്കാം. വേണോട്ടാ, സംഭവിച്ചതൊക്കെ എന്തെങ്കിലും ആകട്ടെ. ഇനി നമുക്ക് നമ്മുടെ മക്കളുടെ ആഗ്രഹം അങ്ങ് സാധിച്ചു കൊടുത്തേക്കാം. എന്റെ മകൾ രമ്യയും വേണുവേട്ടന്റെ മകൻ രാജുവും തമ്മിലുള്ള വിവാഹം നടക്കണം. ഈ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ഞാൻ പോയി പ്രാർത്ഥിച്ചു. ആ ക്ഷേത്രങ്ങളിലൊക്കെയുള്ള ആരാധനാമൂർത്തികളോടൊക്കെ ഞാൻ യാചിച്ചതുപോലെ വേണുവേട്ടനോട് ഞാനിപ്പോ യാചിക്കുക, നമ്മുടെ മക്കളുടെ വിവാഹം നടക്കണം. ഋതിക മോള് ഇവിടെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളി? ആ, ഋതിക കൃത്യസമയത്ത് തന്നെയാണല്ലോ വന്നത്. എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞേ? രാധമ്മേ, ഋതികയോട് ഇരിക്കാൻ പറ. മോള് വാ. വാ. ഋതികെ, എന്റെ അച്ഛനെ യാത്രയൊക്കെ മതിയാക്കി തിരിച്ചു വന്നു. വന്ന പാടെ എന്റെ രാജുവിന്റെ വിവാഹക്കാര്യം സംസാരിക്കാനായി ഞാൻ അച്ഛനെയും കൂട്ടി ഇങ്ങ് വന്നു. ഒന്നും നീട്ടിക്കൊണ്ടുപോകുന്നത് അത്ര നല്ലതല്ലല്ലോ.